നന്ദി ചൊല്ലി തീർക്കുവാന് ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന. ഹലോ ഗൈസ്, വെൽക്കം ടു വേ ഓഫ് ശില്പ. ഹാപ്പി ഓണം. ഇപ്പൊ നമ്മൾ രാവിലെ 5:30 എണീറ്റ് ചെയ്ത പരിപാടികളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ മാവേലിയെ വയ്ക്കുന്നത്, ഇങ്ങനെ അത്തപ്പൂക്കൾ ഇടണം, പിന്നെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ണണം, പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ എല്ലാവരും വരും, പിന്നെ കുറച്ച് കലാപരിപാടികൾ ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എനിക്കറിയില്ല എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ഓണം വ്ളോഗായിരിക്കും. This is Cookie. Hello Cookie. Hello Cookie. How are you? Okay, how are you Cookie? How are you? ഉച്ച മാത്രം. അതിസാഹസികമായി പായസം വയ്ക്കുന്നു ഗൈസ്. എന്ത് പായസം? പരിപ്പ് പായസം. അതുകൊണ്ട് ആർച്ച പറഞ്ഞു വരുന്നത് ആർച്ച ദത്തെടുത്തെന്നാണ്. വീട് കാണുന്ന ആരെങ്കിലും അർച്ചയുടെ അച്ഛനമ്മയാണെങ്കിൽ ബന്ധപ്പെട. അതൊന്നുമില്ല. ഞാൻ സംസാരിക്കുന്നില്ല, വരൂന്നേ പറയത്തുള്ളൂ. നമുക്ക് ശില്പ എടുത്തോട്ട് ഗൈസ്, ഇതാണ് ഓണപ്പൂക്കളം. ശില്പയുടെ കയ്യിൽ ഞാൻ എടുത്തു മൈക്ക്. മൈക്കിന്റെ എഫക്ട് കിട്ടാൻ വരൂ ഗൈസ്. നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛാ, എന്താണ് ഓണത്തിനെ പറ്റിയുള്ള അഭിപ്രായം? ഓണം ഭയങ്കര നല്ലതാണ്. ഭയങ്കര അഭിപ്രായം എനിക്ക് ഓണത്തെ കുറിച്ച്. അത്രേ ഉള്ളൂ. അച്ഛാമ്മേ, എന്താണ് ഓണത്തിനെ പറ്റിയുള്ള അഭിപ്രായം? സോറി, ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത ആളാണ്. വരൂ വരൂ. ശില്പച്ചായി, എന്താണ് ഓണത്തിനെ പറ്റിയുള്ള അഭിപ്രായം? ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമാണ്. എന്റെ ഡ്യൂട്ടി ആർച്ച ഏറ്റിരിക്കുകയാണ്. സമാധാനം. എന്നെ അടുക്കളയിൽ പണിയെടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഇവള് മൈക്ക് കൊണ്ട് നടക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ആളോട്ട് പോവാം. വരൂ. അമ്മേ, എന്താണ് ഓണത്തിനെ പറ്റിയുള്ള അഭിപ്രായം? ചിരി മാത്രമേ ഉള്ളൂ. എല്ലാരും ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കണം എന്നാണ് എന്റെ. അത് നമ്മളിവിടെ നമുക്ക് ഈ കുക്കി എടുത്ത് വയ്ക്കാം. ഓക്കെ, എന്താണ് ഓണത്തിനെ പറ്റിയുള്ള അഭിപ്രായം? പറയൂ. വരൂ. സോറി, സംസാരിക്കാനുള്ള കഴിവില്ലാത്തൊരു കുട്ടിയാണ്. വരൂ. നമുക്ക് ശില്പ ജോലിയിലോട്ട് വീണ്ടും വരാം. ഇവിടെ ASMR കിട്ടും അതില്. സൗണ്ടൊക്കെ കൂടും. ഓക്കെ, നമുക്ക് ഇനി ധീരജ് ദിലീപിനോട് ചോദിക്കാം. ക്യാമറ തിരിക്കൂ.
ഹലോ എന്താ പറയണ്ടേ? ക്യാമറമാൻ അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കില്ല. ട്രെൻഡിനൊപ്പം പോകുന്നുണ്ട്. നമ്മൾ ചട്ടുകത്തിലാണ് മൈക്ക് വെച്ചിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഓണമെന്ന് ഞാൻ നീരജേട്ടനോട് ഒരുമിച്ചുള്ള നമ്മുടെ 3ാമത്തെ ഓണമാണ്. പക്ഷെ ഒഫീഷ്യലി കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ നമ്മൾ ഏത് വീട്ടിലാണ്? നമ്മളിപ്പോൾ നീരജേട്ട വീട്ടിലാണ് ഓണം. നിങ്ങൾ കണ്ട ബർത്ത്ഡേ വ്ളോഗിൽ അത് എൻ്റെ വീടായിരുന്നു. ഇത് ഈ വീട്ടിലാണ് ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നതിന്. ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ സദ്യ കഴിക്കും. അപ്പോൾ ഇവിടെ അപ്പയും അമ്മു ചേച്ചി, ലക്ഷ്മി, മണിയണ്ണനും, മാളു ചേച്ചി എല്ലാവരും വരും. പിന്നെ നമ്മൾ കുറേ ഗെയിംസ് ഒക്കെ കളിക്കും. അതെല്ലാം നിങ്ങൾ എൻ്റെ വ്ളോഗിലൂടെ കാണും. എൻ്റെ വ്ളോഗ് നിങ്ങൾ ഫുള്ള് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിനെ കൂട്ടെത്താ ഗൈസ്. ഞാൻ രക്ഷപ്പെട്ട് പോട്ട്. നമ്മൾ പൈനാപ്പിൾ പായസം ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി വരികയാണ്. എളുപ്പമായിരിക്കുക. പാൽപ്പൊടി ഇരുന്ന് തിന്നുന്നു. ആ ചേട്ടാ എന്താണ് പറയാനുള്ളത്? തുണി ഇരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? അടുത്ത ട്രിപ്പ് കുറെ കഴുകാൻ കിടക്കുന്നു. ഇത് വിരിച്ചെങ്കില് അത് എനിക്ക് മൾട്ടി ടാസ്കിങ് പറ്റൂല. അത് ഇതാക്കാൻ പറ്റും. ഞാൻ മറന്നുപോയി. എന്താ കറി? മുട്ടക്കറി എന്തിനാ? ഓഹോ ഹായ്. പറയൂ. എന്താ പറയണ്ടേ? ഓണത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പറഞ്ഞിട്ട് പോ. 3 വാക്ക് പറയൂ ഓണത്തിനെ കുറിച്ച്. ഇല്ല, ഓണം നല്ലൊരിതാണ്. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഓണത്തിനെ കുറിച്ച് പറയൂ. ഓണത്തിനെ കുറിച്ച് പറയൂ. ഓണം നല്ലൊരിതാണ്. പറയൂ. ഓണത്തിനെ കുറിച്ച് പറയൂ. ഓണം സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒരു പ്രതീകമാണ്. മാമൻ എവിടെ? മാമൻ പറയൂ ഓണത്തിനെ കുറിച്ച്. സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായ ഓണം ചിങ്ങമാസത്തിലെ ഓണമാണ്. എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
നമ്മൾ സദ്യയൊക്കെ ഉണ്ടു. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇവർക്ക് ഭയങ്കര ഇത്. ഞാൻ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഇൻട്രോ പറയും. അർച്ച എപ്പോഴും പേടിക്കാറുണ്ട് പല സമയത്ത് എൻ്റെ ഇൻട്രോ ഒക്കെ കേട്ടിട്ട്. നമ്മൾ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. സദ്യ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി കുറച്ച് ഫോട്ടോ എടുക്കണം, എന്നിട്ട് ഇതൊക്കെ അഴിച്ചു കളയണം. പിന്നെ എന്ത് ചെയ്യണം, എല്ലാവരും സദ്യ ഉണ്ട് ക്ഷീണിച്ചിരിക്കും. ഫോട്ടോ എടുത്ത് അയച്ചളഞ്ഞതിന് ശേഷം ഓണക്കളികൾ എന്തായിരിക്കും? കസേര കളി കളിക്കാൻ പോണ്. കസേര കളി 6 പേരുണ്ട്. ഞാനുണ്ട്, ആർച്ചയുണ്ട്, ലക്ഷ്മിയുണ്ട്, അമ്മച്ചേച്ചിയുണ്ട്, ധീരചേട്ടനുണ്ട്. 5 പേരല്ലേ ഉള്ളൂ. 6-ാമത്താണല്ലോ. അമ്മ അപ്പയാണ് നിയന്ത്രിക്കുന്നത്. ആരും കംപ്ലീറ്റ് ചെയ്തില്ല. നന്ദി ചൊല്ലി തീർക്കുവാന് ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്റ്റാർട്ട് പറയുന്നുണ്ടെങ്കിൽ തുടങ്ങണം. അതായത് നീ ഇപ്പൊ നിനക്കൊരു ഇത് പടി പിടിക്കാൻ പറ്റില്ല, നീ ഔട്ടാ. ആദ്യം വേണമെങ്കിൽ ഒരു ട്രയൽ എടുത്ത് നോക്ക്. ആ അജി അത് പിടിച്ച് വെച്ചേക്കായിരുന്നു. അത് പിടിച്ച് വെക്കാൻ പാടില്ല, വിട്ടിട്ട് അങ്ങ് പോണം. അതെനിക്ക് സീരിയസ് ആണ്. നിനക്ക് സ്റ്റാർട്ട് പറയാൻ പറ്റില്ല. ചിരിച്ചു തുടങ്ങിയ നൃത്തത്തില്ല കേട്ടോ. അങ്ങനെ കുഴപ്പമുണ്ട്. എവിടെ പറയൂ, ഓണത്തിനെ കുറിച്ച് പറയൂ. ഇത് ഓണത്തിന് നല്ലോണം വന്നോണം പൊക്കോണം ചത്തോണം.
ഓണത്തെ കുറിച്ച് നല്ലൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാത്രമല്ലേ ആ ഇതാണ് നമുക്ക് അറിയേണ്ടാവാത്തത്. അതെ 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 അത് തന്നെ. അപ്പൊ ഈ കള്ളനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കള്ളൻ ആ പോലീസിന് പോയിന്റ് കിട്ടും. മനുവിന്റെ ക്ലോസപ്പ് എടുക്കണം അവന്റെ കള്ളൻ. ഉറപ്പിച്ചോ? ഇനി മാറ്റം മനസ്സിലാ ഉറപ്പാണല്ല? ഭയങ്കര ഓവറായിട്ട് നമ്മളെ ഇതാക്കുന്നുണ്ടാവും. അപ്പൊ ഇത് മനസ്സിലായിട്ട് കള്ളത്തിൽ അഭിനയിക്കണം. ഇനി കള്ളക്കാരത്തെ അഭിനയിക്കണം. ലക്ഷ്മി ഒന്നും പറയില്ല, ഒന്നും പറയല്ല. എനിക്കൊന്നും പറയണ്ട. കളിക്കുക എന്തേലും നിങ്ങൾ എന്ത് കാണിക്കുന്നേ? എനിക്കൊന്നും കാണിക്കില്ല, എനിക്ക് കളിക്കണം. കളിക്കാൻ നമുക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിനക്കൊന്ന് നന്നായിക്കൂടെ? ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ പറ്റും. നമ്മള് ഗെയിംസ് ഒക്കെ കളിച്ച് കുളിച്ച് പിള്ളേരും ഡ്രസ്സൊക്കെ മാറി ഇനി നമ്മൾ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യണം. അപ്പൊ എന്റെ വ്ളോഗ് അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. അതൊരു ബൈ.